മഹാരാഷ്ട്രയിൽ പുതിയ സർക്കാർ ഇന്ന് അധികാരമേൽക്കും. മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫട്നാവിസും ശിവസേന നേതാവ് ഏക്നാഥ് ഷിൻഡെ, NCP നേതാവ് അജിത് പവാർ എന്നിവർ ഉപമുഖ്യമന്ത്രിമാരുമായി സത്യപ്രതിജ്ഞ ചെയ്യും. മുന്നണിക്കുള്ളിലെ വകുപ്പ് വിഭജനം എങ്ങനെയെന്ന കാര്യത്തിൽ ഇപ്പോഴും അന്തിമ പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. മുംബൈ ബ്യൂറോയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ തത്സമയം ചേരുന്നു. ശ്രീനാഥ് ചന്ദ്രൻ, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ വലിയൊരു കീറാമുട്ടിക്ക് പരിഹാരമായി എന്ന് വേണം പറയാൻ. ഏക്നാഥ് ഷിൻഡെക്ക് എങ്ങനെയോ മുഖ്യമന്ത്രി കസേരയിലേക്ക് ഒരിക്കൽ കൂടി വരാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ആഗ്രഹത്തിൻ്റെ അടിവേരി BJP തോണ്ടിക്കളഞ്ഞു. പറയൂ. തീർച്ചയായും വെരി ഗുഡ് മോർണിംഗ് SKN. വലിയൊരു കീറാമുട്ടിയായിരുന്നു. മുഖ്യമന്ത്രി ആരാകും എന്ന ചർച്ചകളൊക്കെ തന്നെ. ഏക്നാഥ് ഷിൻഡെ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. പിന്നെ ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം അദ്ദേഹം വിട്ടുകൊടുത്തു, ഉപമുഖ്യമന്ത്രി പദത്തിലേക്ക് മാറാമെന്ന് പറഞ്ഞു. പക്ഷേ അപ്പോൾ ആഭ്യന്തര വകുപ്പ് തനിക്ക് വേണമെന്നായി അടുത്ത ആവശ്യം. അത് നൽകാൻ കഴിയില്ലെന്ന് BJP ഉറച്ചു നിന്നു. അദ്ദേഹം ചർച്ചകളിൽ നിന്ന് മാറിയിരുന്നു. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ കഴിഞ്ഞു. ദേവേന്ദ്ര ഫട്നാവിസിനെ മുഖ്യമന്ത്രിയെ BJP പ്രഖ്യാപിച്ചു. ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അജിത് പവാറും ഏക്നാഥ് ഷിൻഡെയും ഇന്ന് ആസാദ് മൈതാനിൽ നടക്കുന്ന ചടങ്ങിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യും. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ വകുപ്പുകൾ ആർക്കൊക്കെ ആയിരിക്കും, ഏതൊക്കെ പാർട്ടികൾക്ക് ഏതൊക്കെ വകുപ്പുകൾ എന്ന കാര്യത്തിലാണ് യഥാർത്ഥ കീറാമുട്ടി. ഇനി അവിടെ എങ്ങനെ നിൽക്കുകയാണ്, അതിലായിരിക്കും ഒരുപക്ഷെ ഇനിയുള്ള ചർച്ചകളും തർക്കങ്ങളൊക്കെ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ഏതായാലും വൈകിട്ട് 5:30 മുംബൈയിലെ CST റെയിൽവേ സ്റ്റേഷന് എതിർവശത്തുള്ള ആസാദ് മൈതാനിൽ വെച്ചാണ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം 2000-ഓളം VVIPകളെയാണ് പ്രതീക്ഷിക്കുന്നത്. 4000-ലധികം BJP പ്രവർത്തകരെ ഈ പരിപാടിയിലേക്ക് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. 40,000 പ്രവർത്തകരെ പ്രതീക്ഷിക്കുന്നുണ്ട്. 4000-ലധികം പോലീസുകാരെ സുരക്ഷയ്ക്കായി വിന്യസിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു മഹാസംഭവമാക്കി ഈ സത്യപ്രതിജ്ഞയെ മാറ്റാനുള്ള ഒരുക്കങ്ങളാണ് മുംബൈയിൽ പുരോഗമിക്കുന്നത്. താങ്ക് യു ശ്രീനാഥ് ചന്ദ്രൻ.